ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് അമ്മയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അമ്മയുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് ഇപ്പൊ അപ്ലോഡ് ചെയ്യാറുണ്ട്, അമ്മയുടെ വീഡിയോസ് ഒക്കെ. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് ഇടയ്ക്ക് ഇടുന്നത്. അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് വളരെ ഒരു ക്ഷീണവും വയ്യാഴികയൊക്കെ ആയിരുന്നു. കാരണം ഒന്ന്, അമ്മയ്ക്ക് നടക്കാൻ പറ്റാണ്ട് വന്നതിന്റെ പ്രധാന കാരണം അമ്മയുടെ നട്ടെല്ലിന് ചില അകൽച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അത് ഞരമ്പിലേക്ക് ടച്ച് ആയതുമായി ബന്ധപ്പെട്ടായിരുന്നു അമ്മയ്ക്ക് അത്രയധികം കൂടുതലായി പോയത്. ഇപ്പൊ എന്താണെങ്കിലും നമ്മൾ മെഡിസിൻസ് കുറച്ചുകൂടെ കവിയുടെ അവിടെ കഴിച്ചു. അതിനുശേഷം അപ്പൊ അമ്മയ്ക്ക് മെഡിസിൻ കഴിച്ചപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒരു കുറവ് വന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മെഡിസിൻ അങ്ങോട്ട് കൊണ്ടുവരുന്ന വെച്ചാൽ എനിക്ക് ജോലിക്ക് ലീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ തന്നെ ആകുമ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ആകുമ്പോൾ അവളുണ്ട്, അല്ലെങ്കിൽ സൂര്യനുണ്ട്, അങ്ങനെ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടാക്കിയത്. അപ്പോഴാണ് നമ്മുടെ സ്നൂപ്പിനെ ഇവിടെ ഞാൻ കൂത്താട്ടുകുളത്തായിരുന്നു, അവിടെ വീട്ടിലാണ്, അവിടെ ഒരു നമ്മുടെ തന്നെ ഒരു വീടുണ്ട്, അപ്പൊ അവിടെയാണ്. അതുകൊണ്ടാണ് സ്നൂപ്പിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയത്. ഇപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഈ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇപ്പോഴത്തെ എന്താണ് അമ്മയുടെ അപ്ഡേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയ്ക്ക് അവിടെ ഹോസ്പിറ്റലിൽ ഈ നട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമായപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇത് കുറച്ച് ഇതാണ്, നിങ്ങൾ മെഡിസിൻ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ തന്നെ ഒരു അറിയുന്ന കാവ്യയുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറൊക്കെ ഉണ്ട്. അപ്പൊ അവരെ കാണിച്ചപ്പോൾ അവരെ കൺസൾട്ട് ചെയ്തപ്പോഴത്തെ അവർ പറഞ്ഞ് ആയുർവേദം കഴിക്കും, കുറച്ച് നല്ലതായിരിക്കും ആയുർവേദം കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അമ്മേനെ ആയുർവേദത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സത്യം പറഞ്ഞാൽ അലോപ്പതിയുടെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ആയുർവേദവും കൂടെ കൊടുക്കാൻ തുടങ്ങി അമ്മയ്ക്ക്. അപ്പൊ എന്താണെങ്കിലും അവിടെ വെച്ച് ആയുർവേദവും ഇത് കുറച്ച് ദിവസമായിട്ടോ. അപ്പൊ ആയുർവേദം കൊടുത്തപ്പോഴത്തേക്ക് ഈ മെഡിസിൻ ചെയ്തപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നതിന് കുഴപ്പമില്ലാണ്ടായി. അതായത് അമ്മയ്ക്ക് ഇപ്പൊ എന്ന് പറഞ്ഞാൽ വലിയ വർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ജസ്റ്റ് നടക്കാം, കാര്യങ്ങൾ ചെയ്യാം, അവനവന്റെ കാര്യങ്ങൾ. മറ്റേ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല. അമ്മയെ വീൽ ചെയറിലൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അത്ര ബുദ്ധിമുട്ടായിരുന്നു അമ്മയെ സംബന്ധിച്ച്. ഇപ്പൊ അമ്മയ്ക്ക് കുറച്ച് ദിവസം കൊണ്ട് അമ്മയ്ക്ക് നടക്കാവുന്ന രീതിയിലേക്ക് അമ്മ മാറി ആയുർവേദം ചെയ്തപ്പോഴത്തേക്കും. പക്ഷേ വലിയൊരു ഇഷ്യൂ വേറെ അമ്മയുടെ ലൈഫിലേക്ക് അമ്മയ്ക്ക് വേറൊരു പ്രശ്നം വന്നു. അതെന്താ വെച്ചാൽ ആയുർവേദത്തിൽ അമ്മയ്ക്ക് കുറെ അധികം ഈ എന്താ പറയുക കഷായവും അതോടൊപ്പം തന്നെ അരിഷ്ടം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അരിഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയതുകൊണ്ട് ഈ അരിഷ്ടം അമ്മയ്ക്ക് 2 നേരം കഴിക്കേണ്ടത് 2 ടൈപ്പ് അരിഷ്ടം ഉണ്ടായിരുന്നു. ആ 2 ടൈപ്പ് അരിഷ്ടം അമ്മയ്ക്ക് രാവിലെയും രാത്രിയിലും കഴിക്കണം. അതിന്റെ കൂടെ ഗുളികകളും ഒക്കെ കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഈ അരിഷ്ടം കഴിച്ച് ഇവിടെ വന്നു കഴിഞ്ഞു, അവിടുന്ന് പോരുമ്പോ വലിയ കുഴപ്പമില്ല. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അമ്മ മൊത്തത്തിലങ്ങ് ഡൗൺ ആയി. അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല, തലകറക്കം, പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്. അതോടൊപ്പം തന്നെ വായിൽ വെള്ളം വറ്റി വറ്റി പോവുക, നാക്കൊക്കെ ഉണങ്ങി പോവുക, അങ്ങനെ ദാഹം ഭയങ്കരമായിട്ട്, അങ്ങനെ പ്രശ്നങ്ങളായി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങള് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് 400-ന് മുകളിലേക്ക് ഷുഗർ കൂടി, ഭയങ്കര കൂടുതലായിട്ട് മാറി ഷുഗർ. അപ്പൊ ഈ ഷുഗറിന്റെ കൂടുതലായതുകൊണ്ടാണ് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ബോഡി മൊത്തം ഡൗൺ ആയി. അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വന്നെങ്കിലും അതിഭയങ്കരമായ ക്ഷീണവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു അവസ്ഥ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഫിസിഷ്യൻ ഉണ്ടായിരുന്നു, അമ്മ JMP എന്ന് പറഞ്ഞ ഇവിടെ പിറവത്തൂർ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെയാണ് കാണിച്ചിരുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയതിന് ശേഷം ഫിസിഷ്യനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഷുഗർ നോക്കിയപ്പോൾ ഇത്രയും ഷുഗർ കൂടുതലുണ്ട്. അപ്പൊ ഒരു ഷുഗറിന്റെ മെഡിസിൻസ് ഒക്കെ തന്നു. എന്തായാലും നമ്മൾ ആ ആയുർവേദ മെഡിസിൻ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അതായത് അരിഷ്ടമൊക്കെ കഴിക്കുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് ഷുഗറിന്റെ മെഡിസിൻ കഴിക്കുകയാണ്. ഇപ്പോഴും അമ്മയ്ക്ക് ക്ഷീണമുണ്ട്, അത്യാവശ്യം ശരീരത്തിനൊക്കെ ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, ക്ഷീണമൊക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ലാണ്ട് അങ്ങ് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് പറയാം. എന്നാലും ഒരു 100% വലിയൊരു ഇതിലേക്ക് വന്നില്ല. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസും പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾക്കറിയാം, മുൻപ് ഞാൻ അധികം അങ്ങ് ഇൻവോൾവ് ചെയ്യാറില്ലായിരുന്നു വീഡിയോയിൽ. ഇപ്പൊ ഞാനും കൂടെ കൂടി ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തന്നെ പറയാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട്. ഈ അസുഖം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ക്ഷീണവും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനും കൂടി അമ്മയുടെ കൂടി ചെയ്തത്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം ബുദ്ധിമുട്ടി എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ അതിനൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ വലിയൊരു പ്രോബ്ലംസിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നതെന്ന് തന്നെ പറയാം. നമുക്കിവിടെ എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും 2 പേരുടെയും മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇതുണ്ട്. അപ്പൊ അച്ഛനെ സംബന്ധിച്ച് തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്, ന്യൂറോയുടെ മെഡിസിൻസ് ആണ് കഴിക്കുന്നത്. അമ്മയ്ക്ക് ഓൾറെഡി ഹാർട്ടിന്റെ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ മെഡിസിൻസിന് തന്നെ അത്യാവശ്യം നല്ലൊരു റേറ്റ് നമുക്ക് ആവുന്നുണ്ട്. പിന്നെ നമ്മളുടെ ജീവിത ചെലവുകൾ, കാര്യങ്ങൾ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും
നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ഒത്തിരി കടവും ബുദ്ധിമുട്ടും കടം സത്യം പറഞ്ഞാൽ ഒത്തിരി കടവും അതും ഇതും ഒക്കെ വാങ്ങിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ആരോടും അയ്യോ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഓവർ ടൈം ജോലി ചെയ്തും അങ്ങനെയൊക്കെ നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ജോലി ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് നമ്മൾ ഇട്ട് തുടങ്ങിയത്. പക്ഷെ നിങ്ങൾക്കറിയാം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ അങ്ങനെ ഒരു ഇൻകം ബേസ്ഡ് ചാനലൊന്നുമല്ല എന്ന് പണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ പണ്ട് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനായിരുന്നു ആദ്യം വീഡിയോ ചെയ്ത് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ പറയുന്നത് ഇത് അങ്ങനെയുള്ള ചാനലൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താണെങ്കിലും നമ്മുടെ ചാനൽ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയി, നമുക്ക് വരുമാനം കിട്ടി തുടങ്ങി. നമ്മുടെ ചാനലിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂവും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ നാളുകൾ വരെ നമ്മൾക്ക് കടം വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോയി. കാരണം ചെറിയൊരു എമൗണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടാനായിട്ട് തുടങ്ങി. അപ്പൊ പലപ്പോഴും നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എന്താണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം, യൂട്യൂബിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ചോദിക്കാം. പക്ഷെ അതിനുള്ള മറുപടി ഞാൻ പറയാം. നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, എങ്ങനെ കിട്ടുന്നുണ്ടെന്നുള്ളത് പറയാം. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ചെറിയൊരു എമൗണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതും കൂടെ വെച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മയെ നമുക്ക് ചിലർ വിചാരിക്കും അയ്യോ അവർക്ക് യൂട്യൂബിൽ നിന്ന് അവർ വെറുതെ വീഡിയോസ് ചെയ്യുന്നു അവർക്ക് പൈസ, അങ്ങനെയല്ല കേട്ടോ. കാരണം അമ്മയുടെ ഈ ഒരു പ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ അമ്മ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ചെന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന പോലെ അല്ല. അത്യാവശ്യം കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് ഒരു ജോലി തന്നെയാണ്. അപ്പൊ അങ്ങനെ അമ്മ ചെയ്യണ എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒരു ഫെയിം അല്ലെങ്കിൽ അത് മാത്രം, അല്ലെങ്കിൽ ലൈക്ക് കിട്ടുക ഷെയർ ചെയ്യുക അത് മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ അവർക്ക് മെഡിസിൻസ് വാങ്ങിക്കാനുള്ള പൈസയാണെങ്കിലും അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു എമൗണ്ട് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, വീഡിയോ ബ്രേക്ക് ചെയ്യാതിരുന്നത്. കാരണം വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചാനൽ അടിയിൽ പോകും, വീണ്ടും ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു കണക്കിന് എനിക്ക് വളരെ താങ്ക്സ് ഉണ്ട് നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളൊന്നും വലിയൊരു സാമ്പത്തികമായിട്ട് ഒത്തിരി മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല, സാധാരണപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ വീട്ടിലെ കാര്യങ്ങള്, നമ്മുടെ ചികിത്സകള്, അച്ഛനെ സംബന്ധിച്ച് ന്യൂറോയുടെ ഒക്കെ ട്രീറ്റ്മെന്റിനൊക്കെ നല്ല പൈസ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല എമൗണ്ട് ആണ് ആയിട്ടുള്ളത്. അച്ഛനെ ആദ്യത്തെ പ്രാവശ്യം കൊണ്ടുപോകുമ്പോഴത്തെ ഒരു ഇഞ്ചക്ഷന് തന്നെയുണ്ട് 24,000 രൂപയൊക്കെ ഒരു ഇഞ്ചക്ഷന്റെ റേറ്റ് ഒക്കെ വന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആ സമയത്തൊക്കെ നമ്മൾ ഒത്തിരി കടവും വിലയൊക്കെ വാങ്ങിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ദൈവം സഹായിച്ച് യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം നമുക്ക് എന്താ പറയുക, കുറച്ച് പൈസ അതിൻ്റെ അത് വലിയൊരു എമൗണ്ട് ഒന്നുമല്ല, കുറച്ച് പൈസ നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് വയ്യെങ്കിലും അമ്മ സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒക്കെ അമ്മ ഇപ്പോഴും പറയുന്ന അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ അമ്മ വീഡിയോ ചെയ്യണ്ട, ഞാൻ ചെയ്യാം വീഡിയോസ്, കുറെയൊക്കെ വീഡിയോസ് നമുക്ക് വീഡിയോ ചാനൽ താഴെ പോയിരുന്ന പോലെ ഞാൻ വീഡിയോസ് ചെയ്യാം, കുറച്ച് അമ്മ പറഞ്ഞു തന്നാൽ മതി, പറഞ്ഞതിനനുസരിച്ച് ഞാൻ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാന്ന് വിചാരിക്കുന്നു. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ വ്യൂ കുറഞ്ഞ് അടിയിലേക്ക് പോകാതിരിക്കാനും നമുക്ക് ജസ്റ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ മെഡിസിൻസും അവരുടെ ട്രീറ്റ്മെന്റും ഒക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ചാനൽ ആവശ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ചാനലിൻ്റെ അകത്ത് ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ വരുമാനം കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് മാത്രമല്ല നിങ്ങൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ ആർക്കും പൈസ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ സമ്പാദിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ചാനലിൽ നമുക്ക് എന്താണ് വരുമാനം കിട്ടുന്നത്, ഞങ്ങൾക്ക് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക. എന്താണെങ്കിലും അമ്മ ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ്, നാളെ രാവിലെ നിങ്ങളുടെ ഷുഗർ ഒക്കെ പോയി നോക്കണം എന്ന് വിചാരിക്കുന്നു. ക്ഷീണമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ആവശ്യപ്പെടുകയാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങൾ നല്ല ടെൻഷനിലും വിഷമത്തിലും ഒക്കെയാണ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.